നോബൽ, ഇപ്പോൾ തമിഴ്നാട് ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ പിഴവുകൾ ഒന്നും രണ്ടുമല്ല, അക്കമിട്ട് നിരത്തി 350ഓളം പിഴവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലിപ്പോഴാണ് കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാകുന്നു. കൂടുതൽ സംസ്ഥാനങ്ങൾ ഈ കഫ് സിറപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ ഇന്നും മരണം റിപ്പോർട്ട് ചെയ്യുന്നു. ആകെ അവിടെ മരണം 15 ആയിരിക്കുകയാണ്. 2 കഫ് സിറപ്പുകൾ കൂടി നിരോധിച്ചു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. റീലൈഫ്, റെസ്പി ഫ്രഷ് എന്നീ കഫ് സിറപ്പുകളാണ് നിരോധിച്ചത് എന്ന് കണ്ടെത്തുന്നു. ഇനിയെങ്കിലും ഈ കഫ് സിറപ്പുകളുടെ ആയാലും മറ്റു മരുന്നുകളുടെ ആയാലും കാര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന സൂചന തന്നെയല്ലേ നൽകുന്നത്? വിനീത, തീർച്ചയായും അതീവ ജാഗ്രത ആവശ്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ 2 മരുന്നുകൾ, അതായത് റീലൈഫ് ഒപ്പം റെസ്പി ഫ്രഷ് എന്നീ 2 കഫ് സിറപ്പുകൾ കൂടി ഇത്തരത്തിൽ രാസപദാർത്ഥങ്ങളുടെ അംശം കൂടുതലാണ് എന്ന് കണ്ടെത്തിയ പശ്ചാത്തലമുണ്ട്. അത് മാത്രമല്ല, മധ്യപ്രദേശിൽ ഇന്ന് ഒരു 2 വയസ്സുകാരി കൂടി മരിച്ച സാഹചര്യമുണ്ട്. സ്വാഭാവികമായും മരണസംഖ്യ ഉയരുന്നു. കൂടുതൽ കഫ് സിറപ്പുകളിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. അതീവ ജാഗ്രത ആവശ്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഭാഗമായി നിരോധനത്തിന്റെ കോൾഡ്രിഫ് ഇന്നിപ്പോൾ പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും നിരോധിച്ചിരിക്കുന്നു. നേരത്തെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ മരുന്ന് നിരോധിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങളും അത്തരത്തിൽ നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. കോൾഡ്രിഫ് ഉണ്ടാക്കിയിരുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ സീസൺ ഫാർമ നടത്തിക്കൊണ്ടിരുന്ന അവരുടെ യൂണിറ്റിൽ വലിയ തരത്തിലുള്ള ഗുരുതരമായ പിഴവുകൾ ഉണ്ട് എന്നാണ് അവിടെ ഡ്രഗ് കൺട്രോൾ നടത്തിയ പരിശോധനയിൽ മനസ്സിലാവുന്നത്. 350ഓളം പിഴവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമുള്ള വിഷയമാണ്. എത്രയും വേഗം ഈ കോൾഡ്രിഫിന്റെ ലൈസൻസ് റദ്ദാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങൾ, കൂടുതൽ കഫ് സിറപ്പുകൾ പരിശോധിക്കുന്നതടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഗുജറാത്ത് നിർമ്മിതമായ കഫ് സിറപ്പാണ് ഇന്നിപ്പോൾ മധ്യപ്രദേശിൽ എന്താണെങ്കിലും നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ കഫ് സിറപ്പുകളിൽ പരിശോധനാ ഫലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തുമെന്നാണ് ഡ്രഗ് കൺട്രോൾ ബ്യൂറോ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതായത് കുട്ടികളുടെ പ്രശ്നമായതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തെ കാണുന്നത്. വിനീത.